സ്ത്രീ ആയതുകൊണ്ടാണ് തനിക്കെതിരെ ഈ രീതിയിലുള്ള ആക്രമണം എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പറയാൻ ശ്രമിക്കുന്നത്. പോലീസിൽ പരാതി കൊടുക്കും, വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കുമെന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആ ചോദ്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന, കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പല രീതിയിൽ മാധ്യമപ്രവർത്തകർ അവരുടെ കയ്യിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ ഫ്രീസ് ചെയ്തുകൊണ്ട് ആരാണ് ആ വെള്ള ചുരിദാറിട്ട സ്ത്രീ എന്ന് ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ രേഖയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. പോലീസിന് ഞാൻ പരാതി കൈമാറും. 10-ാം തീയതിക്ക് ശേഷവും ഞാൻ ഈ കേരളത്തിലുണ്ടാകും, ഈ മാധ്യമ പ്രവർത്തകനും ഉണ്ടാകും. എന്റെ കയ്യിൽ ചിലർ ഏൽപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് ഉണ്ടാകും. അതിനെ തുടർന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന വളരെ വ്യക്തതയോടുകൂടി പറയുന്ന കാര്യങ്ങൾ 11-ാം തീയതിക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കും. കലക്ടർ നോക്കൂ, അല്ലല്ല ഞാൻ പറഞ്ഞത് കലക്ടർ കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത് ഇന്നലെ അപ്പോ സാരി കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് കലക്ടർ എന്നോട് പറഞ്ഞത്. അല്ലല്ല കലക്ടർ എന്നോട് പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു പരാതി ഇന്നലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലല്ല ഞാൻ പറയട്ടെ സഹോദരി, ഞാൻ പറയട്ടെ. നിങ്ങൾ എന്താണ് ഇത്ര ഊർജം കാണിക്കുന്നത്? ഞാൻ പറയട്ടെ. എന്താ വ്യക്തതയില്ലാത്തത്? നിങ്ങൾക്ക് മാത്രമേ വ്യക്തതയില്ലാത്തുള്ളൂ. അല്ലല്ല നോക്കൂ, ഇവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ ചില ആളുകൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആ വ്യക്തത ഉണ്ടാക്കലല്ല ഇന്നത്തെ എന്റെ പണി. ഇന്നത്തെ എന്റെ പണി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കലാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ഞാൻ പറയുന്നതും വ്യക്തതയില്ലാത്തത് നിങ്ങൾക്കാണ്. നിങ്ങൾ എല്ലാം ഷൂട്ട് ചെയ്ത് പണം കൊടുക്കാൻ പോകുന്നത് ഷൂട്ട് ചെയ്തു. അതുപോലെ തന്നെ അമ്മയെ കാണുന്നത് നിങ്ങൾ പിടിച്ചു. കാണുന്ന ആളുടെ മുഖം മാത്രമില്ല, ഒരു ക്രീം കളർ ചുരിദാർ നിങ്ങൾ പിടിച്ചു. അത് തലയിൽ മൂടിയിട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്ന ദൃശ്യം നിങ്ങളുടെ കയ്യിലുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ കാറിൽ രഹസ്യ ജീവിയായിട്ട് അവർ ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖമില്ല, അവർ കയറുന്നതില്ല. അല്ല, അവർ കയറുന്നതുമില്ല, അവർ ഇറങ്ങുന്നതുമില്ല കാറിൽ നിന്ന്. നിങ്ങൾ ഒരു ഇതെങ്ങനെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നത് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ തെളിയിക്കും. ഒരു തർക്കവും വേണ്ട. ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ചോദ്യങ്ങൾക്ക് മറുപടി ആയോ എന്ന് ചോദിച്ചാൽ ചോദ്യങ്ങൾക്കും ആ ദൃശ്യങ്ങൾക്കും ഇതുവരെ കൃത്യമായൊരു മറുപടി ആയില്ല. താൻ പരാതി കൊടുക്കും, തന്നെ വേട്ടയാടുകയാണ് സ്ത്രീ ആയതുകൊണ്ട്. മോശം രീതിയിൽ ആ മൊബൈൽ ഫോണിൽ ആ വീഡിയോ ചിത്രീകരിച്ച യുവാവ് മോശം രീതിയിൽ തന്നോട് ആംഗ്യ വിക്ഷേപമൊക്കെ കാണിച്ചു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യം. പക്ഷെ അതിനപ്പുറം ആ സ്ത്രീ ആരാണ്, ഇപ്പോൾ ഈ വീഡിയോ ചിത്രീകരിച്ച ആളുടെ ഹിസ്റ്ററി അടക്കം അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളുടെ ചരിത്രമൊക്കെ ശോഭാ സുരേന്ദ്രൻ എണ്ണി പറയുന്നത് കേട്ടു. പക്ഷേ ശോഭാ സുരേന്ദ്രനെതിരെ ഉന്നയിച്ച ആരോപണം ഒരു വെള്ള ചുരിദാറിട്ട സ്ത്രീ ആ അമ്മൂമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതാണ്. ആ വെള്ള ചുരിദാറിട്ട സ്ത്രീ ആരാണെന്ന് ഇതുവരെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. മുഖമില്ല, അവർക്ക് എന്റെ കാറിൽ കയറുന്നില്ല. ആദ്യം പറഞ്ഞു ഞാനും പ്രമീള ചേച്ചി മാത്രമേ കാറിലുള്ളൂ എന്ന്. പിന്നീട് മാധ്യമപ്രവർത്തകർ ആ വീഡിയോ ഫ്രീസ് ചെയ്ത് ശോഭാ സുരേന്ദ്രന്റെ കാറിന്റെ പുറകുവശത്ത് ആ വെള്ള ചുരിദാറിട്ട സ്ത്രീ ഇരിക്കുന്നത് കാണിച്ചു കൊടുത്തപ്പോൾ അവരുടെ മുഖം കാണുന്നില്ല എന്നായി. അപ്പോൾ പറഞ്ഞതിൽ ഉറച്ചു പോലും നിൽക്കാൻ എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഈ നിമിഷം കഴിയുന്നില്ല.